प्रिय छात्रों, आप सबका स्वागत है। आप +1 में प्रवेश किया, आप सेकेंड लैंग्वेज के रूप में हिंदी चूज़ लिया, सबको कंग्रेचुलेशंस। ओके, आज हम +1 कक्षा की पहला यूनिट का पहला पाठ अनुताप नामक लघु कथा का अध्ययन करने जा रहे हैं। इसके पहले एक बात कहना चाहता हूँ कि यदि आप यह चैनल अब तक सब्सक्राइब न करते तो कृपया सब्सक्राइब करें और बेल आइकन भी क्लिक करें। इससे आपको मैं वीडियो अपलोड करते समय इसका नोटिफिकेशन मिलेंगे। ओके, चलिए शुरू करें हमारी क्लास। पाठ का नाम है अनुताप, लेखक का नाम है सुकेश साहनी। एक लघु कथा है। लघु कथा मीन्स चेरु कथा। अनुताप क्या है इसका अर्थ? अनुताप പശ്ചാത്താപം. क्या है? പശ്ചാത്താപം. സുകേഷ് സാഹനി എഴുതിയ ഒരു ചെറുകഥയാണ് अनुताप. देखिए पहले सुकेश साहनी के बारे में। सुकेश साहनी, उनका जन्म 5 सितंबर 1956 ലക്നൗ, ഉത്തർപ്രദേശ്. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ 1956 സെപ്റ്റംബർ 5-നാണ്. പ്രമുഖ രചനായും അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ ലഘുകഥാ സംഗ്രഹ്, ചെറുകഥാ സമാഹാരങ്ങൾ, ഡരേ ഹുയേ ലോഗ്, ടണ്ടി രജായ് എന്നിവ അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരമാണ്. കഹാനി സംഗ്രഹ് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം, മേമ ഔർ അന്യ കഹാനിയ. അനുവാദ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ, ഖലീൽ ജിബ്രാൻ കി ലഘുകഥായി. പുരസ്കാർ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാൻ, മാതാ ശർബതി ദേവി പുരസ്കാർ, ഡോക്ടർ മുരളി മനോഹർ ഹിന്ദി സാഹിത്യക് സമ്മാൻ. ഇതൊക്കെ ഇത്രയും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷതകൾ, വിശേഷതായും ഹിന്ദി ലഘുകഥാ ക്ഷേത്ര കാ സശക്ത് ഹസ്താക്ഷർ, ഹിന്ദി ചെറുകഥാ മേഖലയിലെ ശക്തമായ സാന്നിധ്യം. ടൂട്ടെ സാമാജിക മൂല്യം പർ ചിന്ത, പൊട്ടിപ്പോകുന്ന സാമൂഹിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത. എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ സമൂഹത്തിലെ കുറേ മൂല്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക, അങ്ങനെ ഒരുപാട് മൂല്യങ്ങൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന രചനകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. ഗ്രാമ സംസ്കൃതി കാ ഭോല ഭാല ചിത്ര, ഗ്രാമ സംസ്കാരത്തിൻ്റെ നിഷ്കളങ്കമായ ചിത്രം. അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കമായ ജീവിതങ്ങളെ വരച്ച് കാണിക്കുന്നുണ്ട്. ഷഹരി സഭ്യതാക്കെ കോക്കലേപ്പൻ കെ പീച്ചെ ഭാഗത്തെ ലോകോങ്കി വ്യത. ഷഹരി സഭ്യത, ഷഹരി എന്ന് പറഞ്ഞാൽ നഗരം, നഗര സഭ്യത, നഗരത്തിലെ സംസ്കാരത്തിൻ്റെ കോക്കലേപ്പൻ ശൂന്യത. നഗര സംസ്കാരം എന്ന് പറഞ്ഞാൽ പൊള്ളയായ സംസ്കാരം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കോക്കലേപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കോക്കലേപ്പൻ കെ പീച്ചെ ഭാഗത്തെ, അതിൻ്റെ പുറകെ ഓടുന്ന ലോകോംകി വ്യത, ആളുകളുടെ ദുഃഖം. നഗര സംസ്കാരത്തിൻ്റെ പുറകെ ഓടുന്ന, അതിനുവേണ്ടി നമ്മൾ നഗരത്തിലൊരു ജീവിയായി മാറണം എന്ന രീതിയിൽ ഗ്രാമത്തിലെ ആളുകൾ ഒരു നഗരജീവിയായി മാറണം, അല്ലെ അതേപോലെ ആകണം എന്ന് കരുതി അതിൻ്റെ പുറകെ, ആ സംസ്കാരത്തിന് പുറകെ ഓടുന്ന ആളുകളുടെ ദുഃഖം അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു വിഷയമാണ്. നിമ്ന മധ്യവർഗ കി പീഡ ഔർ നിരാശ. നിമ്ന മധ്യവർഗ, നമുക്കറിയാം നമ്മൾ സമൂഹത്തിനെ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. ഉച്ചവർഗ്, മധ്യവർഗ്, നിമ്നവർഗ്. അപ്പോൾ ഇതിനകത്ത് നിമ്നവർ മധ്യവർഗ് എന്ന് വെച്ചാൽ എന്താ? ലോവർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും എന്നീ 2 കാറ്റഗറിയിലുള്ള ആളുകളുടെ പീഡ ഓർ നിരാശ, അവരുടെ വേദനയും അവരുടെ നിരാശയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ രചനകളുടെ വിഷയങ്ങളായി വരാറുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷത. ദേൻ അദ്ദേഹത്തിൻ്റെ സംഭാവന, സംവേദനശീല ഭാവുക ശൈലി. അതായത് വളരെ വികാരപരമായ, രസകരമായ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകത. അത് അദ്ദേഹത്തിന് ഹിന്ദി സാഹിത്യത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. സംപ്രതി മീൻസ് അദ്ദേഹം നൗ, ഇപ്പോൾ ആരാ അദ്ദേഹം? ഭൂഗർഭ ജലവിഭാഗമേ അധികാരി ഹെ. ഭൂഗർഭ ജലവിഭാഗത്തിലെ ഓഫീസറാണ്. ഇമെയിൽ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, sahini.sukesh@gmail.com. സുകേഷ് സാഹിനി നേരെ തിരിച്ചിട്ട് എഴുതിയിരിക്കുന്നു, sahini.sukesh@gmail.com. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡിയാണ്. വേണമെങ്കിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലുമൊക്കെ അയക്കണമെങ്കിൽ അദ്ദേഹത്തിന് അയക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സുകേഷ് സാഹ്നിയെക്കുറിച്ച്, ലേഖകനെക്കുറിച്ച്. ഞാനിവിടെ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സുകേഷ് സാഹ്നിയെക്കുറിച്ച് ഇവിടെ തന്നിരിക്കുന്നത് ജീവൻ വൃത്തിൻ്റെ രൂപത്തിലാണ്. ജീവൻ വൃത്തം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പോയിൻ്റായിട്ട് ജന്മ, പ്രമുഖ രചനായം, പുരസ്കാർ, വിശേഷത, സമ്പ്രതി, ദേന്, നിധൻ ഉണ്ടെങ്കിൽ നിധൻ, യമൃത്യു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പോയിൻ്റായിട്ട് തരുന്നതിനാണ് ജീവൻ വൃത്തം എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ ചെയ്തപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് അത്. അതായത് ജീവൻ വൃത്ത് തന്നിട്ട്, ഏതെങ്കിലും ഒരു ലേഖകൻ്റെ ജീവൻ വൃത്ത് തന്നിട്ട് അതിനെ ജീവനിയാക്കുക അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആക്കുക എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ട് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു ലേഖകൻ്റെ ജീവൻ വൃത്താണ്ട് ഇതേപോലെ തരും, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തരും. അതിനെ നമ്മൾ എന്താക്കണം, പാരഗ്രാഫ് ആക്കണം, സെൻറ്റൻസ് ആക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പാഠം പഠിക്കുന്നതിന് മുന്നേ അതും കൂടി ഒന്ന് ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ സുകേഷ് സാഹ്നിയുടെ ജീവൻ വൃത്ത് തന്നിട്ടുണ്ട്, നമ്മൾ തന്നെ ജീവനിയാക്കാൻ പോവാം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ജന്മ തന്നിട്ടുണ്ട്, പ്രമുഖ രചനകൾ തന്നിട്ടുണ്ട്, പുരസ്കാര, വിശേഷം, ഇതിപ്പോൾ ഒരുപാട് തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പക്ഷേ ഇത്രയൊന്നും തരത്തില്ല, വളരെ ചുരുങ്ങിയ കുറച്ച് പോയിന്റ്സേ തരത്തുള്ളൂ. അതിനെ വെച്ച് സെൻറ്റൻസ് ആക്കിയാൽ മതി. നമ്മൾ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് സെൻറ്റൻസ് ആക്കാം അല്ലെങ്കിൽ പാരഗ്രാഫ് ആക്കാൻ പോവുകയാണ്. ഇതൊക്കെ ഇവിടെ ജന്മ തന്നിട്ടുണ്ട്, വിശേഷത, പുരസ്കാർ, രചനായ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എടുത്തുകൊണ്ട് വേണം എഴുതാൻ. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ലേഖനെ കുറിച്ച് എഴുതുമ്പോൾ എങ്ങനെയാ, ഹിന്ദിക്ക് പ്രസിദ്ധ കവി യാ ഹിന്ദിക്ക് പ്രസിദ്ധ ലേഖകൻ, അദ്ദേഹത്തെ ഹിന്ദിയിലെ പ്രസിദ്ധനായ ലേഖകൻ എന്നൊരു വിശേഷണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമുക്കിവിടെ ഒരു വിശേഷണം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് എടുക്കണം. ഇവിടെ ഒരു വിശേഷം ഒരു 4-5 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വിശേഷം നമ്മൾ എടുക്കുകയാണ്, ഹിന്ദി ലഘുകഥാ ക്ഷേത്രക സശക്ത് ഹസ്താക്ഷർ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹിന്ദി ലഘുകഥാ ക്ഷേത്രക സശക്ത് ലേഖക് ശ്രീ സുകേഷ് സാഹ്നി കാ ജന്മ 5 सितंबर 1956 को उत्तर प्रदेश के लखनऊ में हुआ. മനസ്സിലായോ? ഫസ്റ്റ് സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്തേ? ഒരു സവിശേഷത എടുത്തു, ഏതെങ്കിലും ഒരു സവിശേഷത. ഇതിപ്പോൾ സവിശേഷത തന്നിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ എഴുതിയേ? ഹിന്ദി സാഹിത്യക്ക് പ്രസിദ്ധ ലേഖക് ശ്രീ സുകേഷ് സാഹ്നി കാ ജന്മം എന്ന് പറഞ്ഞ് പോയനെ. ഇവിടെ ഒരു സവിശേഷത ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹിന്ദി ലഘുകഥാ ക്ഷേത്രക പ്രസിദ്ധ ലേഖക് യാ സശക്ത ലേഖക് श्री सुकेश साहनी का जन्म 5 सितंबर 1956 को उत्तर प्रदेश के लखनऊ में हुआ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടന്നു, ജനിച്ചത്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സവിശേഷതകളൊക്കെ എഴുതാം. അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷത എന്താ? ബാക്കി എന്താ? ടൂട്ടെ സാമാജിക മൂല്യവും പർ ചിന്ത, കോമ ഗ്രാമ സംസ്കൃതി കാ ഭോല ഭാല ചിത്ര, കോമ शहरी सभ्यता के कोकलेपन के पीछे भागते लोगों की व्यथा, कोमा निम्न मध्यवर्ग की पीड़ा और निराशा എന്ന് എഴുതിയിട്ട് ആദി ഉൻകെ രചനാവും കെ വിശേഷതായ ഹേ, ആദി ഉൻകി രചനാവും കെ വിശേഷതായ ഹേ എന്ന് എഴുതാം. അപ്പോൾ തരുന്ന ഇനി ഒരുപാട് വിശേഷത ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കോമയിട്ട് എഴുതി ആദി ഉൻകി രചനാവും കി വിശേഷതായ ഹേ എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് എന്ത്? രചനകൾ എഴുതാം. അപ്പോൾ ഇവിടെ ഓരോന്ന് ലഘുകഥാ സംഗ്രഹം, കഹാനി സംഗ്രഹം എന്നിങ്ങനെ കാറ്റഗറി ആയിട്ട് തന്നിരിക്കുക. നമുക്ക് അതൊന്നും വേണ്ട, പരീക്ഷ അങ്ങനെ പറയത്തില്ല. അപ്പം നമ്മളവരെ രചനകൾ മാത്രം, ഡരെ ഹുയെ ലോക, കോമ ടൻഡി രജായി, കോമ മാമ और अन्य कहानियां, കോമ ഖലീൽ ജിബ്രാൽ की ലഘുകഥായും ആദി ഉൻകെ പ്രമുഖ രചനായ ഹേ. അപ്പോൾ ഈ തരുന്നത് എല്ലാം കോമ ഇട്ടിട്ട് അവസാനം ആദി ഉൻകി പ്രമുഖ രചനായ ഹേ. അപ്പോൾ അത് സെൻറ്റൻസ് ആക്കിയല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പുരസ്കാരം തന്നിട്ടുണ്ട്. എന്താ? डॉक्टर परमेश्वर गोयल लघुकथा सम्मान, कोमा माता शर्बती देवी पुरस्कार, कोमा डॉक्टर मुरली मनोहर हिंदी साहित्य सम्मान आदि से वे सम्मानित हैं. ആദി സെ മുതലായവ കൊണ്ട് വേ അദ്ദേഹത്തെ സമ്മാനിത ഹേ ബഹുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, വേ എന്ന് ഫസ്റ്റ് കൊടുത്തിട്ട് ഹിന്ദി ലഘുകഥാ डॉक्टर परमेश्वर गोयल लघुकथा सम्मान, कोमा माता शर्बती देवी पुरस्कार, कोमा डॉक्टर मुरली मनोहर हिंदी साहित्य सम्मान ആദി സേ സമ്മാനിത ഹേ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതും സെൻറ്റൻസ് ആക്കി. പിന്നെ ദേനാണ് തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ എഴുതാം, ഹിന്ദി സാഹിത്യ കെ ലിയെ ഉൻകി ദേൻ ഹേ സംവേദനശീൽ ഭാവുക ശൈലി.
ഹിന്ദി സാഹിത്യത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ് സംവേദനശീല ഭാവുകശൈലി. അപ്പോൾ അതിനെ സെൻറ്റൻസ് ആക്കി. സിമ്പിൾ അല്ലേ? അടുത്ത നൗ അല്ലെങ്കിൽ സമ്പ്രതി അല്ലെങ്കിൽ അബ് വഹ് ഭൂഗർഭ ജലവിഭാഗമേ അധികാരി ഹെ. ഇപ്പോൾ അദ്ദേഹം ഭൂഗർഭ ജലവിഭാഗത്തിൽ ഓഫീസറാണ്. അപ്പോൾ ഇതുപോലെ ഈ തന്നിരിക്കുന്ന ജീവവൃത്തിനെ നമുക്ക് എന്താക്കി മാറ്റാം? സെൻറ്റൻസ് ആക്കി ഒരു പാരഗ്രാഫ് ആക്കി മാറ്റാൻ പറ്റും. സിമ്പിളായിട്ട് പറ്റും. 4 മാർക്കാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം. देखिए, हिंदी लघुकथा क्षेत्र का सशक्त लेखक श्री सुकेश साहनी का जन्म 5 सितंबर 1956 को उत्तर प्रदेश के लखनऊ में हुआ. टूटते सामाजिक मूल्यों पर चिंता, ग्राम संस्कृति का भोला भाला चित्र, शहरी सभ्यता के कोकलेपन के पीछे भागते लोगों की व्यथा, निम्न मध्यवर्ग की पीड़ा और निराशा आदि उनकी रचनाओं की विशेषताएं हैं. डरे हुए लोग, टंडी रचाई, मैमा और अन्य कहानियाँ, खलील जिब्राल की लघुकथाएं आदि उनकी प्रमुख रचनाएं हैं. डॉक्टर परमेश्वर गोयल लघुकथा सम्मान, माता शर्बती देवी पुरस्कार, डॉक्टर मुरली मनोहर हिंदी साहित्य सम्मान आदि से वे सम्मानित हैं. हिंदी साहित्य के लिए उनकी देन है संवेदनशील भावुक शैली. अब वे भूगर्भ जल विभाग में अधिकारी हैं. അപ്പോൾ ഇതുപോലെ പാരഗ്രാഫ് ആക്കി എഴുതണം. ഹെഡിങ് എന്ത് എഴുതണം? സുകേഷ് സാഹ്നിന്ന് ഹെഡിങ്ങും കൊടുക്കണം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് തരത്തില്ല, കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വെച്ച് എഴുതിയപ്പോൾ ഇത്ര എഴുതേണ്ടി വന്നു. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡലാണ്. ഇനി എല്ലാ പാഠത്തിലും ഇതുപോലെ ലേഖനെക്കുറിച്ച് ജീവൻവൃത്തുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ജീവനിയാക്കി അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആക്കി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ശരി, നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. അനുതാപാണ്, ലഘുകഥയാണ് അല്ലേ? देखिए, लघुकथा क्या है? लघुकथा लघुकथा आकार में लघु होने के बावजूद कहानी का एक प्रकार है. ലഘുകഥ എന്ന് പറഞ്ഞാൽ, ചെറുകഥ എന്ന് പറഞ്ഞാൽ ആകാരമേ, ആകാർ എന്ന് പറഞ്ഞാൽ വലിപ്പം, വലിപ്പം കൊണ്ട് ലഘു ഹോനേക്ക്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്, ചെറുത് ബാവജൂത് ചെറുത് ആണ് എന്നതിലുപരി കഹാനിക്ക് പ്രകാർ ഹെ, എന്തുവാണ്? കഥയുടെ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ചെറുകഥ എന്ന് പറഞ്ഞാൽ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ഇതൊരു കഥയുടെ ടൈപ്പ് തന്നെ, കഥ തന്നെയാണ്, കഹാനി തന്നെയാണ് എന്നാ പറഞ്ഞത്. ലഘുകഥ കാ ഭേദ മാത്ര ആകാരകത ന ഹോക്കർ അനുഭൂതി കി സംശ്ലിഷ്ടത കോ ലേക്കർ ഹെ. ഈ ചെറുകഥയുടെ ഡിഫറൻസ് ആകാരകത ന ഹോക്കർ, ഈ ഒരു വലിപ്പത്തിൻ്റെ മാത്രമല്ല, അനുഭൂതിക്ക് സംശ്ലിഷ്ടത കോ ലേക്കർ ഹെ, അതായത് അനുഭൂതികളെ അല്ലെങ്കിൽ നമ്മളുടെ ഓരോ വികാരങ്ങളെയും എന്ത് ചെയ്യുന്നു? ചേർത്ത് എഴുതുന്നതാണ് കഥ, ലഘുകഥ. മീൻസ് കഹാനിയിൽ എങ്ങനെയാണോ നമ്മളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലഘുകഥയിലും ഉണ്ടാകും. ലഘുകഥ കഥാക്ക ലഘുതം രൂപ ഹെ. ലഘുകഥ അഥവാ ചെറുകഥ എന്ന് പറയുന്നത് കഥയുടെ ഒരു ചെറിയ രൂപമാണ്. പരന്തു പക്ഷേ കഥാ സാരാംശനഹി, കഥയുടെ സാരാംശമല്ല. ഇപ്പം നമ്മളൊരു വലിയ കഥ പഠിച്ചു, അതിൻ്റെ സാരാംശം ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്ന അല്ല ലഘുകഥ. ലഘുക എന്ന് പറഞ്ഞാൽ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും കഥ തന്നെയാണ്, അല്ലാതെ ഒരു കഥയുടെ സാരാംശമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതല്ല. മനുഷ്യക്ക് ഓർ സേ ജിന്ദഗി മേ കഹീം കഹീം ജാനെ അൻജാനെ ഗലത്തിയാ ഹോത്തി ഹേ. മനുഷ്യക്ക് ഓർ സേ മനുഷ്യനിൽ നിന്നും, ജിന്ദഗി മേ ജീവിതത്തിൽ, കഹീം കഹീം പലപ്പോഴും, ജാനെ അൻജാനെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും, ഗലത്തിയാ ഹോത്തി ഹേ തെറ്റുകൾ ഉണ്ടാവാറുണ്ട്. കുച്ച് ഗലത്തിയാം എയ്സി ഹേ, കുറച്ച് തെറ്റുകൾ ഇങ്ങനെയാണ്. ജിസ്കി മർഹം പട്ടി സംഭവ ഹേ, മർഹം പട്ടി എന്ന് പറഞ്ഞാൽ മരുന്ന് വെച്ച് കെട്ടാൻ സംഭവ ഹേ സാധ്യമാണ്, എന്നുവെച്ചാൽ കുറച്ച് തെറ്റുകൾക്ക് പരിഹാരമുണ്ട് എന്നർത്ഥം. പരന്തു എന്നാൽ കുച്ചിക്കാ കോയി ഇലാജ് സംഭവ നഹീം, ചിലതിന് എന്തില്ല? ഇലാജ് ഇല്ല. ഇലാജ് മീൻസ് ചികിത്സ, സംഭവ നഹീം സാധ്യമല്ല. കുറച്ച് തെറ്റിന് ചികിത്സയുണ്ട്, കുറച്ച് തെറ്റിന് ചികിത്സയില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, കുറച്ച് തെറ്റുകൾക്ക് നമുക്ക് പരിഹാരമുണ്ട്, ചിലത് പരിഹരിക്കാൻ പറ്റാത്ത തെറ്റുകളുമുണ്ട്. ജിസ് മനുഷ്യക്ക് ദിൽമേം സഹജീവക്ക് പ്രതി സംവേദന ഹേ. ഏത് മനുഷ്യരുടെ ഉള്ളിലാണോ, ജിസ് മനുഷ്യക്ക് ദിൽമേ, ഏത് മനുഷ്യരുടെ ഉള്ളിലാണോ സഹജീവിക്ക് പ്രതി സംവേദന ഹേ, സഹജീവികളോട് ഒരു സ്നേഹമുള്ളത് അല്ലെങ്കിൽ അവരോടൊരു ദയുള്ളത്, കരുണയുള്ളത്, ഏസി ഹാലത്മേ, അവർക്ക് ഈ ഒരു അവസ്ഥയിൽ, ഏതൊരവസ്ഥയിൽ, തെറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ പശ്ചാത്താപ വിവശ് ബൻ ജായക, പശ്ചാത്താപം ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പം നമ്മളുടെ ഒരു മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്ത് പോയെങ്കിൽ പിന്നീട് നമുക്ക് എന്തുണ്ടാവും? അയ്യോ അങ്ങനെ തെറ്റ് ചെയ്ത് പോയല്ലോ, പക്ഷെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊരു പശ്ചാത്താപം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുടെ മനസ്സിൽ എന്തുണ്ട്? മനുഷ്യത്വം ഉണ്ടെന്നാണ് പറയുന്നത്. അനുതാപ് ഇസി സംവേദനാസേ യുക്ത് ഹേ. അനുതാപ് എന്ന് പറയുന്ന ഈ ചെറുകഥ ഈ ഒരു ഫീലിങ്ങുമായിട്ട്, അല്ലെ ഈ ഫീലിംഗ് അടങ്ങിയതാണ്. ഏത് ഫീലിംഗാ?
ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു ഫീലിംഗ് അടങ്ങിയ ഒരു ചെറുകഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അനുതാപ്. മനസ്സിലായല്ലോ? അപ്പോൾ അനുതാപ് എന്ന് പറയുന്നത് സുകേശ് സാഹനി എഴുതിയ ഒരു ലഘുകഥയാണ്. അനുതാപം എന്ന് പറയുന്ന പശ്ചാത്താപം എന്നാണ്. അതായത് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ തെറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ തെറ്റ് ചെയ്തിട്ട് അത് തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്ത് പിന്നെ പശ്ചാത്താപിക്കുന്നവരുടെ മനസ്സിൽ എന്തുണ്ട്? മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു ചെറുകഥയാണ് അനുതാപ്. ओके, अब देखिए पहले एक वीडियो. कैसा था वीडियो? वीडियो में आप क्या देखा? വീഡിയോയിൽ ഒരു കൊച്ചുകുട്ടി വിശന്ന് വന്നപ്പോൾ ആ മനുഷ്യൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയും, അല്ലേ? അപ്പോൾ അദ്ദേഹം അവിടെ എന്ത് ചെയ്തത്? ആഹാരം വാങ്ങിച്ചു കൊടുത്ത് തൻ്റെ മനുഷ്യത്വം അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരെ സഹായിക്കുകയാണ് ചെയ്തത്. വിശന്ന് പറഞ്ഞൊരു കുട്ടിയെ സഹായിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ആ ഹോട്ടലിലെ ഉടമ ഈ മനുഷ്യത്വം കാണിച്ച വ്യക്തിയിൽ നിന്ന് ഫുഡിൻ്റെ പൈസ വാങ്ങിച്ചതുമില്ല. അവിടെ അദ്ദേഹവും അവിടെ മനുഷ്യത്വം കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ലാസ്റ്റ് ബില്ലിന് പകരം കൊടുത്തത് എന്താ? മനുഷ്യത്വത്തിന് വിലയില്ല, ചാർജ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? മറ്റുള്ളവരെ സഹായിക്കുന്ന, പരോപകാരം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്, അല്ലേ? നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക, ആ ഹെൽപ്പിലൂടെ മനുഷ്യത്വം വെളിവാക്കുക, അല്ലെങ്കിൽ മനുഷ്യത്വം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഏക വീഡിയോ ഭീ ദേഖിയേ.
അതാ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെയും എന്താണ്, അതായത് ഒരു വ്യക്തി നിസ്വാർത്ഥ സേവനം നടത്തുന്നതിനെ കുറിച്ചാണ്. അദ്ദേഹം വലിയ പൈസക്കാരനോ പണക്കാരനോ ഒന്നും അല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് സാധിക്കുന്ന, അദ്ദേഹത്തിനോട് പറ്റുന്ന തരത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുക എന്നതിനെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യത്വം കാണിക്കുക എന്നതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു വീഡിയോയും കൂടി കാണാം നമുക്ക്. ഓക്കെ, ദേഖിയേ. വീഡിയോ കൈസാത്ത. ഈ വീഡിയോയിലും ഒരു കുട്ടി തനിക്ക് കളഞ്ഞു കിട്ടിയ പൈസ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സ്വന്തം കാര്യത്തിന്, അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാം, ഫുഡ് വാങ്ങിച്ച് കഴിക്കാം എന്ന് കരുതി വന്ന ആ കുട്ടി ആ കടയിൽ ആ സ്ത്രീയുടെ ദുഃഖം കണ്ടിട്ട്, ആ പ്രശ്നം കണ്ടിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ പൈസയിലൂടെ. അവന് വേണമെങ്കിൽ സ്വന്തമായിട്ട് ആ പൈസ ചെലവഴിക്കാമായിരുന്നു, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ആ പൈസ ചെലവഴിക്കുകയാണ് ചെയ്തത്. ഇവിടെയും മനുഷ്യത്വപരമായ ഒരു ഇടപെടലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 വീഡിയോയിലൂടെയും സഹജീവികളോടുള്ള സ്നേഹവും മനുഷ്യത്വപരമായ പ്രകടനവും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് നമുക്ക് പശ്ചാത്താപിക്കാറുണ്ട്. ചില തെറ്റുകൾക്ക് ചികിത്സയുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ചില തെറ്റുകൾക്ക് ചികിത്സയില്ല, പരിഹാരമില്ല. അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആലോചിച്ച് പിന്നീട് നമ്മൾ പശ്ചാത്താപിക്കാറും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ പാഠമായ അനുതാപിലേക്ക് പോകാം. ആ അനുതാപ് എന്ന് പറഞ്ഞ ചെറുകഥയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദേഖിയേ. അനുതാപ്. ദേഖിയേ, ബാബുജി ആയിയേ, മൈ പഹുഞ്ചായി ദത്താഹു. സാർ വന്നാലും ഞാൻ എത്തിക്കാം, ഞാൻ കൊണ്ടുപോകാം. एक रिक्शे वाले ने उसके नजदीक आकर कहा. ഒരു റിക്ഷേവാല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരിക്കും സൈക്കിൾ റിക്ഷ. അതായത് ഉത്തരേന്ത്യൻ ഭാഗത്ത്, ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സൈക്കിൾ റിക്ഷയുണ്ട്. സൈക്കിൾ ചവിട്ടുകയും പുറകിൽ ആളുകളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ പോലൊക്കെ തോന്നും ആ സൈക്കിൾ റിക്ഷ. അപ്പോൾ ഏക്ക് റിക്ഷേവാലേനെ ഉസ്കെ നസദീക് ആക്കർ കഹ. ഒരു റിക്ഷേവാല അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, ബാബുജി ആയിയേ മൈ പഹുഞ്ചായി ദത്താഹും. ഞാൻ താങ്കളെ എത്തിക്കാം, കൊണ്ടുപോകാം. അസ്ലം അബ് നഹി ആയേഗ. അസ്ലം ഇന്ന് വന്നില്ലേ, വരത്തില്ലേ? ക്യാ ഹുവാ ഉസ്കോ, എന്തു പറ്റി അദ്ദേഹത്തിന്? റിക്ഷേമേ ബൈഠത്തെ ഹുയേ, റിക്ഷയിലേക്ക് ഇരിക്കുമ്പോൾ ഉസ്നെ ലാപർവാഹി സെ പൂച്ച. അദ്ദേഹം ലാപർവാഹി സെ, അശ്രദ്ധയോടെ ചോദിച്ചു, ഓ അയാളൊന്ന് വരത്തില്ലേ, അസ്ലം വരത്തില്ലയോ?
അയാൾക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. अब देखिए इस अनुताप नामक लघु कथा का मुख्य पात्र है ऑफिसर या अफसर, और एक मुख्य पात्र है असलम नामक रिक्शे वाला, दूसरा पात्र है अन्य रिक्शे वाला या दूसरा रिक्शे वाला. ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഓഫീസറും അസ്ലം എന്നു പേരുള്ള റിക്ഷേവാലയുമാണ്. മൂന്നാമത്തെ ആള് രണ്ടാമത് വരുന്ന റിക്ഷേവാലയാണ്. അപ്പോൾ എല്ലാ ദിവസവും അസ്ലം അബ്നഹി ആയേഗ, അസ്ലം എന്ന് വന്നില്ലേ, ക്യാ ഹുവാ ഉസ്കോ, എന്ത് പറ്റി അവന് എന്ന് ആര് ചോദിച്ചു? ഓഫീസർ. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. പിച്ചിലെ 4-5 ദിനോം സേ, കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് അസ്ലം ഹി, അസ്ലം ആയിരുന്നു, ഉസേ ദഫ്തർ പഹുഞ്ചാത്ത രഹാദ, അവനെ, അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഓഫീസിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട്, കുറേ ദിവസങ്ങളായിട്ട് അസ്ലം എന്നു പേരുള്ള റിക്ഷേവാലയാണ് ഈ ഓഫീസറിനെ എന്ത് ചെയ്തിരുന്നത്? ഓഫീസിൽ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇന്ന് മറ്റൊരാൾ വന്നാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അസ്ലമിന് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ബാബുജി അസ്ലം നഹി രഹ, സാർ അസ്ലം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ക്യാ, എന്ത്? ഉസേ ഷാക്സാലക, അദ്ദേഹം ഞെട്ടിപ്പോയി, ഷോക്കായിപ്പോയി. യോ, എന്ത് പറ്റി? കൽത്തോ ഭല ചങ്കാത, ഇന്നലെ വരെ ഭല ചങ്കാത, നല്ല ആരോഗ്യവാനായിരുന്നല്ലോ. ഇന്നലെ വരെ നല്ല ആരോഗ്യവാനായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി? ഉസ്കെ ദോനോ ഗുർദോമേ ഖരാബീദി, അദ്ദേഹത്തിൻ്റെ 2 ഗുർദ എന്ന് പറഞ്ഞാൽ കിഡ്നി, വൃക്ക, അദ്ദേഹത്തിൻ്റെ 2 കിഡ്നികളും ഖരാബീദി, കേടായിരുന്നു. വൃക്കകളിലെല്ലാം പ്രശ്നമായിരുന്നു. ഡോക്ടറിനെ റിക്ഷ ചലാനേസെ മനാക്കർ രഖാത, അദ്ദേഹത്തോട് ഡോക്ടർ റിക്ഷ ചലാനേസെ, റിക്ഷ ചവിട്ടുന്നത്, മനാക്കർ രഖാത, റിക്ഷ ചവിട്ടുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം മരിച്ചുപോയി. ഇന്നലെ വരെ ആരോഗ്യനായിട്ടിരുന്നയാണല്ലോ എന്ന് ഓഫീസർ ചോദിച്ചപ്പോൾ മറ്റേ റിക്ഷാവാല പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ 2 വൃക്കകളും പ്രശ്നമായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിരുന്നു റിക്ഷ ചവിട്ടരുത് എന്ന് പറഞ്ഞായിരുന്നു. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ഥി, അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞ വ്യക്തിയുടെ ശബ്ദത്തിൽ നല്ല ദുഃഖമുണ്ടായിരുന്നു, അസ്വസ്ഥതയുണ്ടായിരുന്നു. കൽ ആപ്കോ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ടാ തോ പേശാബ് ബന്ദ് ഹോ ഗയാ താ. കൽ, ഇന്നലെ, ആപ്കോ, താങ്കളെ, ദഫ്തർ പഹുഞ്ചാക്കർ, ഓഫീസിലേക്ക് എത്തിച്ചിട്ട്, ലൗട്ടാത്തോ, മടങ്ങി വന്നപ്പോൾ, പേശാബ് ബന്ദ് ഹോ ഗയാ താ, മൂത്രതടസ്സം ഉണ്ടായിരുന്നു. അസ്പതാലേ ജാത്തേ സമയ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, ഉസ്നെ രാസ്തേ മേ ഹി ദം തോട് ദിയാ താ, വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹം തൻ്റെ ജീവൻ വെടിഞ്ഞു, അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് 3 കഥാപാത്രങ്ങളുണ്ട്. അസ്ലം എന്ന് പറഞ്ഞ റിക്ഷേവാല, രണ്ടാമത് വരുന്ന ദൂസറ റിക്ഷേവാല, പിന്നെ ഒരു ഓഫീസർ, അഫ്സർ. അപ്പോൾ ഓഫീസറിനെ എന്നും ഓഫീസിൽ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത്, അല്ലെ കുറച്ച് ദിവസങ്ങളായിട്ട് കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത് അസ്ലം എന്ന പേരുള്ള റിക്ഷേവാലയായിരുന്നു. എന്നാൽ ഇന്ന് മറ്റൊരു റിക്ഷേവാല വന്നു, ചോദിച്ചു എന്ത് പറ്റി, മറ്റേ ആൾക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി. ഞെട്ടിപ്പോയില്ലേ? ഓഫീസർ ഞെട്ടിപ്പോയി. യോ, ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 വൃക്കകളും പ്രശ്നമായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ ഈ റിക്ഷ ഓടിക്കുന്നത് എതിർത്തിരുന്നു, അല്ലെ ഓടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും ഇദ്ദേഹം ഓടിച്ചു. അതുകൊണ്ട് താങ്കളെ ഇന്നലെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മൂത്രതടസ്സം ഉണ്ടാകുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ പറഞ്ഞിട്ടും ഇദ്ദേഹം റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിനായിട്ടായിരിക്കും, അദ്ദേഹത്തിന് നിസ്സഹായതയായിരിക്കും, അല്ലേ? देखिए ആകെ വഹ് കുച്ച് നഹീം സുൻസക, പിന്നീട് അങ്ങോട്ട് വഹ് കുച്ച് നഹീം സുൻസക, അദ്ദേഹത്തിന് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ആർക്കാ? ഓഫീസർക്ക്. ഈ റിക്ഷേവാല പറയുന്നതൊന്നും അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റില്ല. ഏക്ക് സന്നാടേനെ ഉസേ അപ്പനെ ആഘോഷ് മേ ലേ ലിയ, ഏക്ക് സന്നാട, സന്നാട എന്ന് പറഞ്ഞാൽ നിശബ്ദത, ഒരു നിശബ്ദത, ഉസേ അപ്പനെ ആഘോഷ് മേ ലേ ലിയ, ആ നിശബ്ദതയിലേക്ക് അദ്ദേഹത്തിനെ, ആ നിശബ്ദത തൻ്റെ മഴത്തട്ടിലേക്ക് കൊണ്ടുപോയി. വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന് മൊത്തത്തിലൊരു നിശബ്ദതയായിട്ട് തോന്നി. ഈ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിന് ഫുൾ ഒരു നിശബ്ദത പോലെ, വേറെ ഒന്നും കേൾക്കുന്നില്ല, ഏതോ ഒരു ലോകത്തേക്ക് പോയി. കൽക്കി ഘടന ഉസ്കി ആങ്കോം കെ ആകെ സജീവ് ഹോടി, കൽക്കി ഘടന, ഇന്നലെ നടന്ന സംഭവം, ഉസ്കി ആങ്കോം കെ ആകെ, അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ മുന്നിൽ, സജീവ് ഹോടി, സജീവമാകാൻ തുടങ്ങി. മീൻസ് ഇന്നലെ നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു.
റിക്ഷ. അപ്പൊ ഇനി പറയുന്നത് ഇന്നലെ എന്താ സംഭവിച്ചെന്നുള്ളതാണ് ഈ ഓഫീസർ ഓർക്കുന്നതായിട്ടുള്ളതാണ്. ഇതൊക്കെ റിക്ഷ നടരാജ് ടാക്കീസ് പാർക്കർ, റിക്ഷ നടരാജ് ടാക്കീസ് കടന്ന് ബഡേ ടാക്ക് കാനേക്ക് ഓർ ജാ രഹാ താ, അത് വലിയ പോസ്റ്റ് ഓഫീസിലേക്ക് അല്ലെ ഹെഡ് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. ടാക്ക് ഖാന എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്, ടാക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്റർ എന്ന് പറയത്തില്ലേ, നടരാജ് തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ആ നമ്മളുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയായിരുന്നു റിക്ഷ. ഈ ഓഫീസറെ കൊണ്ട് പോവുകയായിരുന്നു. അസലമായിരുന്നു റിക്ഷ ചവിട്ടുന്നത്. റിക്ഷ ചലാത്തേ ഹുയേ, റിക്ഷ ഓടിച്ചു കൊണ്ടിരുന്നപ്പോൾ അസ്ലം ധീരെ ധീരെ കരാഹ് രഹാദ, അസ്ലം പതുക്കെ പതുക്കെ കരാഹ് രഹാദ, കരയുന്നുണ്ടായിരുന്നു. കരാഹ് എന്ന് പറഞ്ഞാൽ ഞെരങ്ങുക, കരയുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ റിക്ഷ ചവിട്ടുമ്പോൾ അദ്ദേഹത്തിന് വേദന കൊണ്ട് ഇങ്ങനെ ഞെരങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബീച്ച് ബീച്ച് മേം ഏക് ഹാത്ത് സേ പേട് പകടില്ലാത്താതാ, ബീച്ച് ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക് ഏക് ഹാത്ത് സേ ഒരു കൈ കൊണ്ട് പേട് പകടില്ലാത്താതാ, വയറിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? വേദന കാരണം. സാംനെ ടാക്ക് ബംഗളേ തക്ക്, മുന്നില് ടാക്ക് ബംഗളേ തക്ക്, അതായത് പോസ്റ്റ് ഓഫീസിന്റെ ആ കെട്ടിടം വരെ ചടായി ഥി, കയറ്റത്തോട് കയറ്റമായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം കയറ്റമായിരുന്നു. ഏക് ബാർഗി ഉസ്കി ഇച്ഛാ ഹുയി ഥി, ഏക് ബാർഗി ഒരു നിമിഷം അല്ലെങ്കിൽ പെട്ടെന്ന്, ഉസ്കി ഇച്ഛാ ഹുയി അദ്ദേഹത്തിന് തോന്നി, ആഗ്രഹം തോന്നി. ഇച്ഛ എന്ന് പറഞ്ഞ ആഗ്രഹം തോന്നി. എന്ത് തോന്നി എന്ന് ഇനി പറയും അല്ലേ? ഏക് ബാർഗി ഉസ്കി ഇച്ഛാ ഹുയി ഥി, ഒരു തവണ അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയിരുന്നു. ആർക്കാ? ഓഫീസർക്ക് ആഗ്രഹം തോന്നിയിരുന്നു. എന്താഗ്രഹം തോന്നിയെന്ന് നെക്സ്റ്റ് സെന്റൻസിൽ പറയും. സോ ലെഫ്റ്റ് സൈഡിൽ വള്ളിയുള്ള കീ കൊണ്ട് ഇവിടെ കീ കൊണ്ട് ഈ രണ്ട് സെന്റൻസിനെ യോജിപ്പിച്ചിരിക്കുന്നു. കീ ഏക്ക് യോജക ഹെ, കീ ഒരു യോജകാണ്. രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യോജകാണ് കീ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞേ? റിക്ഷേസെ ഉദർ ജായ, എന്തോ ആഗ്രഹിച്ച, റിക്ഷേസെ ഉദർ ജായ, റിക്ഷയിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് ആഗ്രഹിച്ചിരുന്നു പെട്ടെന്ന്. അകലേഹി ക്ഷണ്, തൊട്ടടുത്ത നിമിഷം തന്നെ, നിമിഷം. ഉസ്നെ ഖുദ് കോ സമച്ചായാഥ, അദ്ദേഹത്തിന് സ്വയം ഒന്ന് മനസ്സിലായി, അല്ലെ അദ്ദേഹത്തിന് സ്വയം ഒന്ന് ചിന്തിച്ചു. എന്താ? റോസ് കാ മാമല ഹെ, എല്ലാ ദിവസവും ഉള്ള ഒരു കാര്യമാണ്. കബ് തക്ക് ഉദർത്താ രഹേഗ, എത്ര നാളിങ്ങനെ ഇറങ്ങേണ്ടി വരും? ഏ ലോഗ് നാടക ഭീ കൂബ് കർ ലേത്തെ ഹെ, ഈ ആളുകള് നാടകം കളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്താ നടിക്കുകയായിരിക്കും, കള്ളത്തരമായിരിക്കും ചിലപ്പോ. ഇൻകെ സാത്ത് ഹംദർദി ജദാന ബേവക്കൂഫി ഹോഗി, ഇവരോട് ഹംദർദി ജദാന സഹാനുഭൂതി കാണിക്കുക. ഹംദർദി ജദാന എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി കാണിക്കുക. ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി, നമ്മൾ വിഡ്ഢിയാവത്തേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഒന്ന് ചിന്തിച്ചു, ഇയാൾ ഈ വയറ്റിലൊക്കെ കൈവച്ച് ഇങ്ങനെ വേദനയൊക്കെ കാണിക്കുന്നത് കള്ളത്തരമായിരിക്കും, നമ്മൾ ഇറങ്ങി നടക്കാനായിരിക്കും, ചവിട്ടാൻ വയ്യാത്തതിന്റെ വേലത്തരം കാണിക്കുമായിരിക്കും, എല്ലാ ദിവസവും ഇതുപോലെ ചെയ്താൽ എങ്ങനെ? അപ്പൊ ഈ നടിക്കുന്നവന്മാരുടെ അടുത്തൊക്കെ നമ്മൾ സഹാനുഭൂതി കാണിച്ചാല് നമ്മൾ വിഡ്ഢികളാകത്തല്ലേ ഉള്ളൂ എന്ന് ആര് ചിന്തിച്ചു? ഓഫീസർ. അനാബ് ഷനാബ് പൈസേ മാങ്കത്തേ ഹേ, കള്ളത്തരങ്ങൾ പറഞ്ഞ്, അനാബ് ഷനാബ് അതായത് കള്ളത്തരങ്ങള് പറഞ്ഞ് പൈസേ മാങ്കത്തേ ഹേ, പൈസ കുച്ച് കഹോ തോ സരയാം ഇജാത്ത് ഉദാർനെ പർ ആമാദ ഹോ ജാത്തെ ഹേ, അസ്ലം റിക്ഷേ സേ ഉദർ പടാ ഥാ, അതായത് എന്തോ പറഞ്ഞുകൊണ്ട് സറയാം ഒട്ടും മടി കൂടാതെ ഇജ്ജത്ത് ഉദാർനെ പർ ആമാദ ഹോ ജാത്തെ ഹേ, അദ്ദേഹത്തിന്റെ ബഹുമാനം നിലനിർത്തണമായിരുന്നു. അസ്ലം റിക്ഷേസെ ഉദർ പടാത, അസ്ലം റിക്ഷയിൽ നിന്നങ്ങ് ഇറങ്ങി. അപ്പോൾ താൻ കൊണ്ടുവന്ന യാത്രക്കാരനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടും ബഹുമാനമൊന്നും പോകാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആദരവൊന്നും ഇല്ലാതാക്കാതെ അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? റിക്ഷയിൽ നിന്നും ഇറങ്ങി. ദാഹിന ഹാത്ത് ഗദ്ദി പർ ജമാക്കർ, ദാഹിന ഹാത്ത് വലത് കൈ, ഗദ്ദി എന്ന് പറഞ്ഞ സീറ്റില് ജമാക്കർ അമർത്തി പിടിച്ചുകൊണ്ട്, ചടായി പർ റിക്ഷ കീഞ്ച് രഹാദ, ആ കയറ്റത്തിലേക്ക് റിക്ഷ കീഞ്ച് രഹാദ, റിക്ഷ വലിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല കയറ്റമാണ്. അദ്ദേഹത്തിന് വൃക്കയ്ക്കൊക്കെ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് വയറൊക്കെ തപ്പിപ്പിടിച്ച് വേദനയോടുകൂടി അത് ചവിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മളുടെ ഓഫീസർ വിചാരിച്ചു അങ്കി ഒന്ന് ഇറങ്ങിയാലോ. പക്ഷെ പിന്നീട് അടുത്ത നിമിഷം ചിന്തിച്ചു, എന്താ ഇവരോടൊക്കെ നമ്മൾ സഹാനുഭൂതി കാണിക്കുന്നത് നമ്മൾ വിഡ്ഢികളാകത്തേ ഉള്ളൂ, കാരണം ഇവർ നടിക്കുകയാണെങ്കിലോ, അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചു. എന്നാൽ നമ്മൾ അസ്ലം നമ്മളുടെ യാത്രക്കാരനോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇദ്ദേഹം പുറത്തിറങ്ങി ഈ റിക്ഷ ചവിട്ടാൻ വയ്യാത്തതുകൊണ്ട് വലിച്ചു. ബുരി തരഹ് ഹഫ് രഹാദ, അദ്ദേഹം ബുരി തരഹ് വളരെ മോശമായ രീതിയിൽ ഹഫ് രഹാദ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഗഞ്ചേ സിർപ്പർ, ഗഞ്ചേ സിർ എന്ന് പറഞ്ഞാൽ എന്താ? മുടിയില്ലാത്ത കഷണ്ടിയായ ആ സിർപ്പർ, തലയിൽ പസീനേക്ക് വിയർപ്പിന്റെ നന്നി ബൂന്തിയും ചെറിയ ചെറിയ തുള്ളികൾ ദിഖായി ദേനെ ലഗീതി കാണാൻ തുടങ്ങിയിരുന്നു.
അപ്പോൾ ഇദ്ദേഹം വിയർക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഷണ്ടി തലയിൽ വിയർപ്പ് തുള്ളികൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ഈ യാത്രക്കാരനെ വെച്ച് ആ കയറ്റം റിക്ഷ കൊണ്ട് തള്ളുകയായിരുന്നു. കിസി കാർ കെ ഹോൺ സേ ചൗങ്ക് കർ, ഏതോ ഒരു കാറിൻ്റെ ഹോൺ സേ ചൗങ്കർ, ഹോൺ കേട്ടിട്ട് ഞെട്ടിയിട്ട് വർത്തമാനമേ അദ്ദേഹം വർത്തമാനത്തിലേക്ക് വന്നു എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം ഇത്രയും ഓർക്കുകയായിരുന്നു, ആ ഓർമ്മയെ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. അപ്പോൾ ആ അസ്ലം മരിച്ചുപോയെന്ന് കേട്ടപ്പോൾ ഇന്നലെ താൻ അസ്ലമിനോട് ചെയ്ത ആ ക്രൂരതയെപ്പറ്റി, ആ ഒരു പ്രവൃത്തിയെപ്പറ്റി ഓർക്കുകയായിരുന്നു. പെട്ടെന്നൊരു കാറിൻ്റെ ഹോൺ കേട്ടാണ് അദ്ദേഹം ഞെട്ടി ഉണർന്നത്. रिक्शा तेजी से नटराज से टाक बंगले वाली चढ़ाई की ओर बढ़ रहा था. ഈ റിക്ഷ തേസി സെ വളരെ സ്പീഡിൽ നടരാജ് സെ ടാക്ക് ബംഗളെ വാലി ചടായി കി ഓർ ബഡ് രഹാ താ. ആ നടരാജ് ടാക്കീസിൽ നിന്നും ടാക്ക് ബംഗളെ വാലി, ആ പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിലേക്കുള്ള ചടായി കി ഓർ ബഡ് രഹാ താ, കയറ്റത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, മുന്നോട്ട് പോവുകയായിരുന്നു. രുക്കോ, നിക്ക്, നിർത്ത്. എക്കായക്, വളരെ പെട്ടെന്ന് തന്നെ ഉസ്നെ, അദ്ദേഹം, ഈ ഓഫീസർ, റിക്ഷേവാലേസെ കഹ, ആരോട് പറഞ്ഞു? റിക്ഷേവാലയോട് പറഞ്ഞു, നിർത്ത്. और रिक्शे के धीरे होते ही उधर पड़ा, ഈ റിക്ഷ വളരെ പതുക്കെ ആയപ്പോൾ, സ്പീഡ് കുറഞ്ഞപ്പോൾ ഉദർപട, അദ്ദേഹം ഇറങ്ങി. റിക്ഷേവാല ബഹുത്ത് മസ്ബൂത്ത് കതുക്കാടി കാത, ഈ റിക്ഷേവാല വളരെ മസ്ബൂത്ത്, ശക്തിശാലിയായ കതുക്കാടി കാത, കതുക്കാടി എന്ന് പറഞ്ഞാൽ ഉറച്ച ശരീരമുള്ള ആളായിരുന്നു, എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. നമ്മൾ അസ്ലമിൻ്റെ കൂട്ട് രോഗമൊന്നുള്ള ആളല്ല, പക്ഷെ നല്ല ആരോഗ്യമുള്ള, ഈ കയറ്റമൊക്കെ അദ്ദേഹത്തിന് സുഖമായിട്ട് ചവിട്ടി കയറ്റാൻ പറ്റുന്ന ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഉസ്കേലിയെ എഹ് ചടായി, ആ വ്യക്തിയെ സംബന്ധിച്ച് എഹ് ചടായി, ഈ കയറ്റം കൊയ് കാസ് മായനി നഹി രഹത്തി, ഒട്ടും തന്നെ പ്രശ്നമുള്ളത് ആയിരുന്നില്ല, അല്ലെങ്കിൽ വലിയ കാര്യമായിരുന്നില്ല. ചടായി കൊയ് കാസ് മായനി നഹി രഹത്തി, ഈ ഒരു കയറ്റം അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വലിയ കാര്യം ആയിരുന്നില്ല. ഉസ്നെ ഹൈരാനി സെ ഉസ്കി ഓർ ദേഖ, അദ്ദേഹം വളരെ ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി, ഓഫീസറെ നോക്കി. അദ്ദേഹം എന്തിനാ ചാടി ഇറങ്ങി? കാരണം ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് റിക്ഷ ചവിട്ടി പോകാനുള്ള ആരോഗ്യമുണ്ട്. പക്ഷെ നമ്മളുടെ ഓഫീസർ ചാടി ഇറങ്ങി. കാരണം ഇന്നലെ നടന്ന സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. താൻ ചെയ്ത തെറ്റുകൊണ്ടാണല്ലോ അസ്ലമിന് ഈ ഒരു അവസ്ഥ വന്നത് എന്ന ഒരു കുറ്റബോധം. കിസി അപരാധി കി ഭാന്തി, അദ്ദേഹം ഏതോ ഒരു അപരാധിയെ പോലെ സിർ ചുകായെ, തലയൊക്കെ കുനിച്ച്, റിക്ഷയ്ക്ക് സാത്ത് ചൽ രഹാദ, റിക്ഷയോടൊപ്പം നടന്നു പോകുന്നുണ്ടായിരുന്നു. കണ്ടോ, ഒരു അപരാധിയെ പോലെ, ഒരു വലിയ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെ പോലെ തലകുനിച്ച് റിക്ഷയോടൊപ്പം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആ റിക്ഷേവാല അസ്ലം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടോടുകൂടി വേദന സഹിച്ച് ആ റിക്ഷ ചവിട്ടുന്ന സമയത്ത് ഇദ്ദേഹം ഒന്ന് ഇറങ്ങി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു. അപ്പം താൻ കാരണമാണല്ലോ അസ്ലമിന് ഈ ഒരു അവസ്ഥ വന്നത് എന്ന കുറ്റബോധം, എന്ന പശ്ചാത്താപം നമ്മളുടെ ഓഫീസറിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനുഷ്യത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആ ചെയ്ത തെറ്റിന് പശ്ചാത്താപം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആ ചെയ്ത തെറ്റിന് പരിഹാരം ഒന്നും ചെയ്യാനായിട്ട് സാധ്യവുമല്ല. അപ്പോൾ ഇത് നമ്മൾ മറ്റുള്ളവരോട് ഉപകാരം ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലുള്ള സഹാനുഭൂതി കാണിക്കുക, മനുഷ്യത്വം കാണിക്കുക എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ചെറുകഥയാണ് അനുതാപ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, കണ്ടന്റ് നന്നായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നിന്നും വരും. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം മുതൽ അവസാനം വരെയും നന്നായിട്ട് പുസ്തകം വായിച്ച് കണ്ടന്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്ലാസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ മറ്റു അറിയുന്ന വിദ്യാർത്ഥികൾക്കോ ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി വരുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ അൽവിദ.